നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണിക്കുന്ന മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ്. ഇവിടെ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള എലവേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി എലവേഷനോട് കൂടിയിട്ടുള്ള വെറൈറ്റി ഇൻറ്റീരിയർ ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഏതാണ്ട് 3000 സ്ക്വയർ ഫീറ്റിനടുത്ത് ഏരിയ വരുന്ന വീടാണിത്. വീടിൻ്റെ പേര് കാസബെല്ല എന്നാണ്. ഈ വീട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ഈ വീടിനകത്തുള്ള ഇൻറ്റീരിയർ വിശേഷങ്ങൾ തുടങ്ങിയിട്ടുള്ള A to Z വിശേഷങ്ങളിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ വീടിൻ്റെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ വർക്ക്സ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മലപ്പുറം ബേസ്ഡ് ആയിട്ട് ഓഫീസ് വരുന്ന കോവോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവരുടെ വർക്കുകൾ മുമ്പും നമ്മുടെ ചാനലിൽ തന്നെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്ക്സ് ആയാലും കൺസ്ട്രക്ഷൻ വർക്ക്സ് ആയാലും ഇനി നമ്മുടെ സൂപ്പർവിഷൻ 3D വർക്ക്സ് ആയാലും എല്ലാം ചെയ്തു തരുന്നൊരു സ്ഥാപനമാണ് കോവോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ. അവരുടെ കോഴിക്കോട് ജില്ലയിൽ വടകരയിലുള്ളൊരു സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ എലവേഷൻ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്യൂഷൻ സ്റ്റൈൽ എലവേഷനാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ തന്നെ വലിയൊരു ബോക്സ് നൽകിയിരിക്കുന്നു. അതിൽ ലൂവേഴ്സ് നൽകിയിട്ടുണ്ട്. MS പട്ടയിൽ പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ലൂവേഴ്സ് നൽകിയിട്ടുള്ളത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രില്ല് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ലൂവേഴ്സ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ മുറ്റത്താണ്. ലാൻഡ്സ്കേപ്പിൽ നൽകിയിരിക്കുന്നത് ഇൻ്റർലോക്ക് സ്റ്റോണുകളാണ്. അതായത് ഇൻ്റർലോക്ക് കട്ടകളാണ് ഇവിടെ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 70 രൂപ റേറ്റ് വരുന്ന കല്ലുകൾ ഇവിടെ വിരിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് കാണുന്നതെല്ലാം നാച്ചുറൽ ഗ്രാസുകളാണ്. ബഫല്ലോ ഗ്രാസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഗ്രാസുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 2 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത്. വീട്ടിലേക്ക് ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ പാസേജ് ഉണ്ട്. അവിടെ താന്തൂർ സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു. എൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു നാച്ചുറൽ പോണ്ട്, ഒരു കുളം കാണാം. ചെറിയൊരു കുളമാണ്, അതിൽ മീനുകളുണ്ട്. ഈ ഒരു കുളത്തിന് ചുറ്റും നാച്ചുറൽ പ്ലാന്റ്സുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ആംബിയൻസ് തന്നെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ ചെറിയ സ്പേസ് മാത്രമേ സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുള്ളൂ. ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയറുകൾ വെക്കാനുള്ള സ്പേസുകളൊന്നും സിറ്റ് ഔട്ടിലില്ല. സാധാരണ നമ്മൾ കാണുന്നത് പോലെ സിറ്റ് ഔട്ടിൻ്റെ നേരെ ഫ്രണ്ടിലല്ല ഇവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നത്. പകരം ഒരു ഷോ വാൾ നൽകിയിട്ട് ഈ ഭാഗത്തു കൂടെയാണ് സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഷോ വാൾ കരിങ്കൽ ക്ലാഡിങ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിങ്ങിനിടയിൽ സിമൻറ്റ് മോർട്ടാർ യൂസ് ചെയ്തിരിക്കുന്നു. കരിങ്കല്ല് പോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ക്ലാഡിങ് സ്റ്റോണുകൾ മേടിച്ചിട്ട് ഈ ഒരു വാളിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ചുമരിലേക്ക് വരുന്ന സമയത്ത് സിമൻറ്റ് ഗ്രേ ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് കളറിലുള്ള എപ്പോക്സി ലൈനുകൾ കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ നൽകിയിരിക്കുന്ന റൂഫ് ഗേബിൾ റൂഫാണ്, അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള റൂഫാണ് നൽകിയിരിക്കുന്നത്. ഇത് ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ട്രസ് വർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ പില്ലേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് ഓടുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സെറാമിക് ടൈൽസും നൽകിയിട്ടുണ്ട്. വീടിന് പ്രത്യേകമായിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ എലവേഷൻ്റെ എലമെൻറ്റ് കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ റൂഫുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൻ്റെ തൊട്ട് ബാക്കിൽ ഈ വീട്ടിലെ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ വിശേഷങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ വാള് ഇവിടെ വുഡൻ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ സോളിഡ് വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് യഥാർത്ഥ മരം കട്ട് ചെയ്ത് അത് പോളിഷ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കണ്ടംപററി സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രണ്ട് ഡോർ ഡിസൈൻ നൽകിയിരിക്കുന്നു. കൂടുതൽ കൊത്തുപണികളോ വർക്കുകളോ ഒന്നും നൽകാതെ സിമ്പിൾ ഗ്രൂസ് നൽകിയിരിക്കുന്നു. വലിയൊരു പുൾ ഹാൻഡിൽ നൽകിയിരിക്കുന്നു. വീടിൻ്റെ എലവേഷനേക്കാളും നമ്മൾ ത്രസിപ്പിക്കുന്നത് വീടിൻ്റെ ഇൻറ്റീരിയർ പോർഷനാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കോവോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം. സോ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളർ തീം ആണെങ്കിലും വളരെ കൂൾ കളർ തീം യൂസ് ചെയ്തിരിക്കുന്നു. കർട്ടൻ്റെ ഫാബ്രിക് ആയാലും സോഫ കവർ ചെയ്തിരിക്കുന്ന ഫാബ്രിക് ആണെങ്കിലും എല്ലാം ആ ഒരു കളർ തീം നല്ല രീതിയിൽ മാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 പേർക്ക് ഇരിക്കാം, ഈ ഭാഗത്ത് 2 പേർക്ക് ഇരിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള TV യൂണിറ്റ് ഈ വാളിൽ നൽകിയിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് വാൾപേപ്പറോ അല്ലെങ്കിൽ പാനലിംഗ് ബോക്സോ ഒന്നും നൽകിയിട്ടില്ല. നോർമൽ പെയിൻറ്റിങ് നൽകിയിരിക്കുന്നു. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ യൂണിറ്റ് ആയിട്ട് TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ടിവിയുടെ ഈ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് വീടിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരു ബോക്സ് ടൈപ്പിൽ വലിയ ലൂവേഴ്സ് വരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. ആക്ച്വലി അത് ഈ വീടിൻ്റെ കോർട്ട്യാർഡ് സ്പേസ് ആണ്. നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ വലിയ UPVC വിൻഡോസിൻ്റെ ഓപ്പണിംഗ് കാണാം. അതിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ കോർട്ട്യാർഡുകൾ ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിലെല്ലാം നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നു, പെബിൾസുകൾ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് ലഭിക്കുന്ന രീതിയിൽ ഓപ്പൺ റൂഫായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ നേരെ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ഹാളിൽ അടുത്ത് കാണാൻ പോകുന്ന ഡൈനിങ് സ്പേസ് ആണ്. അതിനിടയിൽ ഇവിടെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്, ഒരു ഡെക്കറേഷൻ ഷെൽഫ് നൽകിയിരിക്കുന്നു. അതിലൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിൽ ഭംഗിയായിട്ട് 3 നിഷുകൾ നൽകിയിട്ടുണ്ട്. അതിൽ അലങ്കാര വസ്തുക്കളെല്ലാം ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 8 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയർസുമാണ് നൽകിയിട്ടുള്ളത്. ചെയറുകളെല്ലാം ഫുള്ളി കുഷൻ കവേർഡായിട്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ചെയറുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ മാർബിളാണ് ടേബിൾ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ബൾബുകൾ ഹാങ്ങിങ് ലൈറ്റുകളായിട്ട് നൽകിയിരിക്കുന്നു. അതെവിടെ നിന്നാണ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും വലിയൊരു സ്ട്രിങ് വഴി താഴോട്ട് ഇതേപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ വരുന്നത് കാണാൻ സാധിക്കും. നേരെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എൻ്റെ ഈ 2 സൈഡിലുമായിട്ട് വലിയൊരു ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഈ കർട്ടൻ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആക്സസ് നൽകിയിരിക്കുന്നു. വിൻഡോസ് എല്ലാം ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് UPVC വിൻഡോസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ ടഫ് ആൻഡ് ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പ്രൈവസിക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ UPVC വിൻഡോസിൽ നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ടത് ടഫ് ആൻഡ് ഗ്ലാസ്സുകളാണ്. ബിക്കോസ് ഈ വീട്ടിൽ ഗ്രില്ലുകൾ നൽകിയിട്ടില്ല. ഈ ഭാഗത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്തുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും. സ്വിമ്മിംഗ് പൂളിൻ്റെ ലേഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. ആക്ച്വലി ഈ ഒരു ഏരിയ നമ്മുടെ പെർമിറ്റ് ബിൽഡിംഗ് ഏരിയയിൽ വരുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ അത്യാവശ്യം നല്ല സ്ഥലം തന്നെ ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്വിമ്മിംഗ് പൂളിൻ്റെ വലുപ്പം നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ഫാമിലിക്ക് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഡെക്കിൻ്റെ ഭാഗത്തെല്ലാം നൽകിയിരിക്കുന്നത് ടൈലുകളാണ്, വുഡൻ ടൈലുകൾ നൽകിയിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം സ്ലിപ്പ് ആവാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടൈലുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ആക്സസ് ഉണ്ട്. ഇത് ബെഡ്റൂമിൽ നിന്നും, അതായത് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു എൻട്രൻസ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതും UPVC വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. സോ നല്ലൊരു ആംബിയൻസ് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഔട്ട്സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള വിസിബിലിറ്റിയും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും മാത്രമാവുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല കംഫർട്ടോടുകൂടെ പൂള് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ വീണ്ടും വീടിൻ്റെ ഹാളിലേക്ക് വരികയാണെങ്കിൽ ദിസ് ഈസ് വെരി ഓപ്പൺ സ്പേസ്. വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചണും ഇവിടെ നൽകിയിട്ടുണ്ട്. ഐലൻഡ് കിച്ചണാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഒരു ഐലൻഡ് ടേബിൾ നടുക്ക് വരികയും സൈഡിലൊക്കെ കബോർഡ്സ് വരികയും ചെയ്യുന്ന തരത്തിലുള്ള കിച്ചൺ പാറ്റേണുകളെയാണ് നമ്മൾ ഐലൻഡ് കിച്ചൺ എന്ന് പറയാം. നമുക്ക് ഈ ഭാഗത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ബാർ ചെയർസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഭംഗിയുള്ളൊരു ലൈറ്റ് ബീം വരുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് കാണാൻ സാധിക്കും. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ലൈറ്റ് ബീം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് തന്നെ ഈ ഒരു കിച്ചണിൽ ലഭിക്കുന്നുണ്ട്. ആക്ച്വലി ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് ജസ്റ്റ് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അകത്ത് വർക്ക് ഏരിയ ഉണ്ട്. എന്നാൽ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ച് നടക്കുക. ഈ ഒരു ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്യുവർ വൈറ്റ് ലാക്കോഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ, നല്ല പ്യൂരിറ്റിയിൽ തന്നെ കിച്ചൺ നമുക്ക് കാണാൻ അത് സഹായിക്കുന്നുണ്ട്. ഫാബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. റെഫ്രിജറേറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ വലിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോൾ യൂണിറ്റുകളായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റുകൾ ഇതിനകത്ത് നൽകാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓപ്പൺ കിച്ചണിൽ നിന്നും ചെറിയൊരു പാസേജ് ആണ് വരുന്നത്. എൻ്റെ വലതു ഭാഗത്തൊരു കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് ഈ വീടിനകത്തേക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരുപാട് ഓപ്പണിങ്സ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിലെല്ലാം പ്ലാന്റുകൾ, നാച്ചുറൽ പ്ലാന്റ്സുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒന്നും തന്നെ ഇവിടെ ഉപയോഗിച്ചായിട്ട് കാണുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്ക് ഏരിയയിലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വർക്ക് ഏരിയ ഒക്കെ വരുന്ന സമയത്ത് അത് വളരെ കാഷ്വലായിട്ട് എങ്ങനെയെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം വളരെ ക്യൂട്ടായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ വർക്ക് ഏരിയയുടെ കബോർഡുകളിലൊക്കെ നൽകിയിരിക്കുന്നു. ടോൾ യൂണിറ്റ് ആണെങ്കിലും അപ്പർ ക്യാബിനറ്റ് ആണെങ്കിലും ഇനി ബേസ് ക്യാബിനറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരു ഗ്രീൻ ടോൺ വരുന്ന കബോർഡുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിങ്കിന്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്.
ഇവിടെ ഒരു ഡോർ നൽകിയിരിക്കുന്നു. ഇത് എക്സിറ്റ് ഡോറാണ്. ഇതിൽ നിന്ന് നമുക്ക് വീടിൻ്റെ ഔട്ട് സൈഡിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, എവിടെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. വളരെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് പക്ഷേ വാഷ് ബേസിൻ നൽകുന്ന സമയത്ത് ഇതിൻ്റെ ഡിസൈനേഴ്സ് വളരെയധികം പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് മാറിയിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബാക്ക് വാൾ നൽകിയിരിക്കുന്നു. റസ്റ്റിക് ഫിനിഷിൽ വരുന്ന വാൾ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാഡ്സ് ആണ് ഇവിടെ കൗണ്ടർ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിൽ വരുന്നൊരു മിറർ യൂസ് ചെയ്തിരിക്കുന്നു. മിററിലേക്ക് ഒരു മിറർ ലൈറ്റും നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. വലിയൊരു റൂം സൈസും നല്ല നോർമൽ റൂം സൈസാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. റൂമിൻ്റെ സൈസ് പറയുന്ന സമയത്ത് 360 വീതി വരുന്നു, 390 ഇതിന് നീളം വരുന്ന രീതിയിലാണ് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന കട്ടിൽ, ഈ കോട്ടാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്നത്. റെക്സിൻ കവേർഡ് ആയിട്ട് വരുന്ന ഒരു ഹെഡ് ബോർഡ് ഈ ഒരു കോട്ടിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് വാട്ടർ പ്രൂഫ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ ഒരു റെക്സിൻ. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹെഡ് ബോർഡ് നൽകിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ വെൽവെറ്റിൻ്റെ ഫാബ്രിക് ഉപയോഗിച്ച് ഈ ഒരു ഹെഡ് ബോർഡ് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ കാണുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ അത് ഡള്ളായി പോയാൽ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിൽ നൽകിയിരിക്കുന്ന വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് നൽകിയിട്ടാണ്. ആ ഭാഗത്ത് ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. 4 ഡോറുകൾ വരുന്ന വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. പ്ലൈവുഡിൽ നിർമ്മിച്ചതിന് ശേഷം വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഫിനിഷ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഹാൻഡിൽസും ഈ ഒരു വാർഡ്രോബിന് നൽകിയിട്ടുണ്ട്. ഭാഗത്ത് വലിയൊരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ജനലാണ് വരുന്നത്. UPVC വിൻഡോസ് ആണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് വിൻഡോസ് എല്ലാം കാണാൻ സാധിക്കുക. ഇവിടെ ഗ്രില്ലുകൾ നൽകിയിട്ടുണ്ട്. ഈ വാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന മിറർ നൽകിയിരിക്കുന്നു. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഡോറാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ്. FRP ഡോറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ബാത്റൂം ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 9 അടി നീളം ഈ ഒരു ബാത്റൂമിന് വരുന്നുണ്ട്. 4 അടി വീതിയും വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ വാൾ ഹാങ്ങർ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ട് വെറ്റ് ഏരിയ നൽകിയിട്ടുണ്ട്. അവിടെയാണ് ഷവറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. സിമൻറ്റ് ഗ്രേ ഫിനിഷിൽ വരുന്ന വാൾ ടൈലും ഫ്ലോർ ടൈലുമാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ പാസേജ് നൽകിയിട്ടുണ്ട് കേട്ടോ. കോർട്ട്യാർഡിലേക്ക് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു സിംഗിൾ ആൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു പാസേജ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് UPVC വിൻഡോസ് ഉപയോഗിച്ചാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പിൽ നൽകിയിരിക്കുന്ന കേർട്ടൻസ് റോമൻ ബ്ലൈൻഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് കാണാം. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. കോട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ റെക്സിൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡ് വരുന്ന കോട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ബാക്കിലൊരു ബാക്ക് വാൾ നൽകിയിരിക്കുന്നു. ഇത് പ്ലൈവുഡ് നൽകി അതിൻ്റെ മുകളിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വാളിൽ ഒരു ഗ്രേ ടച്ച് വരുന്ന പെയിൻറ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഡാർക്ക് ഗ്രേ കളറിൽ വരുന്ന ലാമിനേറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു വുഡൻ ഷെയ്ഡിൽ ഓപ്പൺ ഷെൽഫുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ ഇത് അല്പം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഏകദേശം 420 ഇതിന് നീളം വരുന്നുണ്ട്. 390 ഇതിന് വീതി വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു മിറർ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. UPVC ഡോറാണ് ബാത്റൂം ഡോറായിട്ട് നൽകിയിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിമൻറ്റ് ഗ്രേ ഫിനിഷ് വരുന്ന വാൾ ആൻഡ് ഫ്ലോർ ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. അതേപോലെ വാഷ് ബേസിൻ യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ സ്റ്റെയർ കേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ളതാണ്. നമ്മൾ മറ്റു വീട്ടിലൊന്നും കാണാത്ത രീതിയിൽ അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ വീട്ടിലെ സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾ? ഇത് സിംഗിൾ മോൾഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ത്രെഡും റൈസറൊക്കെ ആയിട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരൊറ്റ ഷീറ്റ് കൊണ്ട് സ്റ്റെയർ കേസിൻ്റെ അതേ ഷേപ്പിൽ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് മാത്രം മരം ഉപയോഗിച്ചിട്ടുള്ള ത്രെഡുകൾ നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നതെല്ലാം MS റാഡിലാണ് നൽകിയിട്ടുള്ളത്. 8 mm തിക്നെസ് വരുന്ന സ്റ്റീൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ സഹായം ആവശ്യമുള്ളൊരു ജോലി കൂടെയാണ് ഇതേപോലെ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ട് സ്റ്റെയർ കേസ് ചെയ്യുക എന്നുള്ളത്. വൈറ്റ്
ആൻഡ് വുഡ് കളർ തീമിൽ ഈ ഒരു സ്റ്റെയർ കേസ് നൽകിയ സമയത്ത് ഈ വീടിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് അത് നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. അപ്സ്റ്റെയറിലേക്ക് വരുന്ന സമയത്ത് ഒരു പാസേജ് സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എൻ്റെ വലത് ഭാഗത്ത് ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇടത് ഭാഗത്തും ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട്. അങ്ങനെ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത്. ഈ ഡോറ് ടെറസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. ബാൽക്കണിയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. വലിയൊരു ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. UPVC വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ബാൽക്കണി ഒരു ചെറിയ സ്പേസ് ആണ് കേട്ടോ. ഒരു ഹാൻഡ് റെയിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. MS റാഡ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പൂൾ ഏരിയ കാണാൻ സാധിക്കും. നല്ലൊരു വൈബ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിരിക്കുന്ന 2 ബെഡ്റൂമുകളും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളായിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട്, ഒരു കട്ടിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റെക്സിൻ കവേർഡ് ആയിട്ട് വരുന്ന ഭംഗിയുള്ളൊരു കട്ടിലാണ്. ബാക്കിൽ വരുന്ന സമയത്ത് വാൾ ലൂവേഴ്സ് നൽകിയിട്ടുണ്ട്. പ്ലൈവുഡിൽ ഗ്രൂസ് നൽകിയിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നത്. 2 ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ എലവേഷൻ ഈ ഭാഗത്ത് സ്ലോപ്ഡ് റൂഫായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു റൂമിൻ്റെ റൂഫ് ഹൈറ്റ് നല്ല ഹൈറ്റിൽ കാണാൻ സാധിക്കും. അവിടെ എല്ലാം സീലിംഗ് ഓട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന്. ഈ ഭാഗത്ത് ചെറിയൊരു വർക്കിംഗ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ പൂൾ ഏരിയയിലേക്കുള്ള വിസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. എല്ലാ അറ്റാച്ച്ഡ് ടോയ്ലറ്റും UPVC ഡോറാണ് നൽകിയിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ഡാർക്ക് ടോൺ ടൈലാണ് വാളിലും ഫ്ലോറിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ് ആയിട്ട് വരുന്ന EWC ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു സെമി പെഡസ്റ്റൽ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. അപ്സ്റ്റെയറിൽ നൽകിയിരിക്കുന്ന 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ബെഡ്റൂം ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്ന കോട്ടാണ്. വാളിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് നൽകിയിട്ടുള്ളത്. ഇത് പ്ലൈവുഡ് ചെയ്തിട്ട് അതിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ക്യാൻവാസ് നൽകിയിട്ടുണ്ട്. എൻ്റെ ഈ ഭാഗത്ത് വാർഡ്രോബ് നൽകിയിരിക്കുന്നു. 4 ഡോറ് വരുന്ന വാർഡ്രോബുകളാണ് നൽകിയിട്ടുള്ളത്. അല്പം വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഇതിന് വുഡൻ ഷെയ്ഡാണ് നൽകിയിട്ടുള്ളത്. എല്ലാ റൂമിൽ നിന്നും ആക്സസ് ലഭിക്കുന്ന പോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ വീടിൻ്റെ റീക്രിയേഷണൽ ഏരിയ, അതായത് പൂൾ ഏരിയയിലേക്ക് ഒരു ആക്സസ് ലഭിക്കുന്നുണ്ട്. UPVC വിൻഡോസ് ആണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഗ്രില്ലുകൾ നൽകിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് വിട്രിഫൈഡ് ടൈല്, സിമെൻറ്റ് ഗ്രേ ടെക്സ്ചറാണ് വീടിൻ്റെ ഒരുവിധം മെജോറിറ്റി ഏരിയയിലും നൽകിയിട്ടുള്ളത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. എൻ്റെ വലത് ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. ടോയ്ലറ്റ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ടൈൽ ഉപയോഗിച്ചിട്ടാണ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലും വാളിലും എല്ലാം സെയിം ടൈൽ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സുജിന്ത് സയന ദമ്പതികളുടെ വീടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ വീട് വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ ഡിസൈനും ചെയ്തിട്ടുള്ളത് കോവോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ്. കോവോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. മലപ്പുറം ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ഈ ഒരു വർക്ക് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ്. ഓൾ കേരള അവർ പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോൻ്റെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളതിന് 3 സെഗ്മെൻറ്റാക്കി മാറ്റിയിട്ടുണ്ട്. കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ, കോവോ ബിൽഡേഴ്സ്, കോവോ കോൺസെപ്റ്റ്. കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ചെയ്യുന്നത് കാര്യമായിട്ട് സർവീസ് പാർട്ടാണ്. അതായത് അതിൻ്റെ പ്ലാനിങ്, അതുപോലെ തന്നെ 2D ഡ്രോയിങ്സ്, സൂപ്പർവിഷന്, പർച്ചേസിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ സർവീസ് പാർട്ടാണ് കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ചെയ്യുന്നത്. ഇതിന് ശേഷം കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ പ്ലാനും 3D ചെയ്താൽ കോവോ ബിൽഡേഴ്സ് അതിൻ്റെ ഒരു കൊട്ടേഷൻ തരും. ആ കൊട്ടേഷനിൽ നിങ്ങൾ എഗ്രി ആണെങ്കിൽ മാത്രം കോവോ ബിൽഡേഴ്സ് അതിൻ്റെ വർക്ക് എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ വർക്ക് ആകുന്ന സമയത്ത്, അത് ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇൻറ്റീരിയർ പാർട്ടിൻ്റെ കൊട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ കോവോ കോൺസെപ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയർ കൊട്ടേഷൻ തരും. അങ്ങനെ അതിനുശേഷം നമ്മൾ കോവോ കോൺസെപ്റ്റിലോട്ട് വർക്ക് കൈമാറും. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു പ്ലാനിങ് മുതൽ ടേൺ കീ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഒറ്റയടിക്ക് നമ്മളത് ഒറ്റ പ്രൈസ് പറഞ്ഞെടുക്കാറില്ല. 3 പാർട്ടായിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ക്ലയൻസിനൊന്നും ടോട്ടൽ പ്രൊജക്റ്റിനെ കുറിച്ചൊന്നും ഒരു അവയർനെസ് ഉണ്ടാവാറില്ല. അവരൊരു ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്ലാനിങ് ഒക്കെ തുടങ്ങി സ്ട്രക്ചറൊക്കെ കഴിയുമ്പോഴത്തേന് അവർക്ക് ഇൻറ്റീരിയറിൻ്റെ പാർട്ടിനെ കുറിച്ചൊക്കെ നല്ല ധാരണ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻറ്റീരിയർ കൊട്ടേഷൻ കൊടുക്കാൻ ഒന്നും കൂടി ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 3 സെഗ്മെൻറ്റാക്കി ചെയ്തിട്ടുള്ളത്. കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോക്ക് കൃത്യമായ പ്രപ്പോസൽ ഉണ്ട്. സ്ക്വയർ ഫീറ്റിന് 200 റുപ്പീസ് വെച്ചാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോവോ ബിൽഡേഴ്സിനും ഒരു വർക്കിംഗ് കൊട്ടേഷൻ ഉണ്ട്. ഒരു സ്ട്രക്ചർ വരെ വർക്കിന് ഇന്ന റൈറ്റ് എന്നുള്ളതുണ്ട്. നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും.
അതേപോലെ തന്നെ കോവോ കോൺസെപ്റ്റിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി കോവോ കോൺസെപ്റ്റിൻ്റെ കൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ചെയ്യുക, നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ അയച്ചു തരാം. പ്ലാൻ അയച്ചു തന്നിട്ട് ഞങ്ങൾ ലേഔട്ട് സെറ്റ് ചെയ്യും. ലേഔട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ മെറ്റീരിയൽസ് ഫൈനൽ ചെയ്യും. എന്നിട്ട് ഈ ലേഔട്ടും ഈ മെറ്റീരിയൽസിന് വെച്ചിട്ട് നമ്മളൊരു കൊട്ടേഷൻ തരും. കൊട്ടേഷനിൽ നിങ്ങൾ എഗ്രി ആണെന്നുണ്ടെങ്കിൽ ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ആ ഡ്രോയിങ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തി തന്നെ ചെയ്തു തരും. ഇങ്ങനെയാണ് കോവോ കോൺസെപ്റ്റിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഫൈനലി പറഞ്ഞാൽ ഒരു ഫസ്റ്റിലെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരെയുള്ള എല്ലാ സർവീസും കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോൻ്റെ ഭാഗത്ത് നിന്ന് തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോൻ്റെ ഓഫീസിലാണ്. നമ്മളിവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഓഫീസിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും അല്ല നമുക്ക് ലഭിക്കുന്നത്. ഒരു വീട് അവരെങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതേപോലെ ഇവരുടെ ഓഫീസ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചനാണ്. എൻ്റെ വലത് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ചെയർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റഡി ടേബിളിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ മുന്നോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ സ്പേസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ശരിക്കും ഇവരെന്താണോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ചെയ്തു തരാൻ പോകുന്നത് അത് നമുക്ക് നേരത്തെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇവരുടെ പെർഫെക്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാറ്റലോഗുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഏതൊക്കെ കളർ ചേഞ്ചിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ടാവും. അതിനുശേഷം നമ്മളെ മനസ്സിലുള്ള ഐഡിയ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് വേണ്ടതുപോലെയുള്ളൊരു 3D ക്രിയേറ്റ് ചെയ്ത് തരും. ശരിക്കും വലിയൊരു സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് തന്നെ ഈ ഒരു സ്ഥാപനത്തിലുണ്ട്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് വരുന്നൊരു ഫ്ലോർ മൊത്തം അവർ സ്റ്റാഫിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഫെസിലിറ്റി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ വരുന്ന സമയത്ത് നമ്മളൊരു വീട്ടിൽ ഹോം ടൂർ ചെയ്യാൻ പോയ ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ വടകരയിൽ കണ്ടത് ഇവരുടെ വൺ ഓഫ് ദ വർക്ക് ആയിരുന്നു. അപ്പോൾ അവരെല്ലാ ജില്ലകളിലും ഇതേപോലെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഓഫീസിൽ വരാവുന്നതാണ്. ഓഫീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ മുണ്ടുപറമ്പ് കാവുങ്ങൽ ആ ഒരു റൂട്ടിൻ്റെ ഇടയിലാണ് ഈ ഒരു ഓഫീസ് വരുന്നത്. ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഈ ഓഫീസിൻ്റെ ലൊക്കേഷൻ നൽകുന്നുണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുകൾക്ക് ഇവരുടെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും ഇവരുടെ ഓഫീസ് അഡ്രസ്സും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ നൽകുന്നുണ്ടാവും.